പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയാ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയും 13 മുതൽ 20 വരെയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി അതിനിടയ്ക്കൊരു ചെറിയ ഭാഗമുണ്ട്, ഏതാണ്ടൊരു 3 വാക്യങ്ങൾ, 10, 11, 12. വളരെ ബുദ്ധിമുട്ടുള്ള വാക്യങ്ങളാണ്, പക്ഷേ വളരെ ആഴമുള്ള വാക്യങ്ങളാണ്. നമ്മളിത് മനസ്സിലാക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിയായ ഒരാഗ്രഹത്തോടെ, ദാഹത്തോടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ ദൈവവചനം എന്നിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹത്തോടെ നമുക്ക് ഈ വചനം കേൾക്കാം. ഞാൻ വായിക്കുകയാണ്. അവൻ തനിച്ചായപ്പോൾ, 10-ാമത്തെ വാക്യം, 4-ാം അധ്യായം 10-ാം വാക്യം. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്. ഇതാണ് ഇതിനകത്തെ പ്രശ്നം. കർത്താവ് യേശുമിശിഹ എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? മാനസാന്തരപ്പെട്ട് ദൈവരാജ്യം എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ശിഷ്യന്മാർ, 12 ശിഷ്യന്മാരും കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരും, അവർ തനിച്ചായപ്പോൾ യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഈ ഉപമകളുടെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് നീ ഉപമകളിലൂടെ സംസാരിക്കുന്നത്? നിനക്കല്ലാതെ നേരിട്ടങ്ങ് സംസാരിച്ചാൽ പോരെ? അതിൻ്റെ മറുപടിയാണിത്. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം. രഹസ്യം, സീക്രട്ട് അല്ല, മിസ്റ്ററി. സീക്രട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറയുകയാണ്, നിന്നോട് പറയുകയാണ്, നീ ഒരു രഹസ്യം ആരോടും പറയരുത്. ഒരു രഹസ്യം ആരുടെയും കുറ്റമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അതാണ് രഹസ്യം, സീക്രട്ട്. മനസ്സിലാവുന്നോ? അതല്ലിത്. ദൈവരാജ്യത്തിൻ്റെ സീക്രട്ടല്ല, മിസ്റ്ററി. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ദൈവികമായ സാധനം. എത്ര അറിഞ്ഞാലും പിന്നെയും 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 അറിയാൻ ബാക്കി നിൽക്കുന്ന ഒരു നിഗൂഢത. അതിനെ ശരിക്കും മലയാളത്തിൽ പറയണമെങ്കിൽ ഇങ്ങനെ പറയാം, നിഗൂഢ രഹസ്യം. ദൈവികമായ ഒരു നിഗൂഢ രഹസ്യം. എന്തിനെ സംബന്ധിച്ച? ദൈവരാജ്യം. ഇതെല്ലാം കർത്താവ് പറഞ്ഞിട്ട് ഏതാണ്ട് 2000-ഓളം വർഷങ്ങളായിട്ടും ഇന്നും ദൈവരാജ്യം എന്താ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായൊരർത്ഥത്തിൽ ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാൻ ഈ ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വായിച്ചതിന് കണക്കില്ല. സത്യസന്ധമായിട്ട് പറയുകയാണ്. ചോദിച്ചതിന് ഞാൻ കോതമംഗലത്തുള്ള ഒരച്ഛൻ ദൈവരാജ്യത്തെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് സംസാരിച്ചു. ഒരുപാട് പേരോട്, എനിക്ക് പരിചയമുള്ളവരോട്, പറഞ്ഞു തരാൻ കഴിവുണ്ടെന്ന് തോന്നിയവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുമുണ്ട്, എല്ലാം ശരിയാണ് താനും. പക്ഷെ ദൈവരാജ്യം എന്താണെന്ന് ഇന്നും പൂർണ്ണമായിട്ട് ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. കണ്ടോ? ദൈവരാജ്യത്തിൻ്റെ നിഗൂഢ രഹസ്യം. കർത്താവ് പറയാണ്, അത് നിഗൂഢ രഹസ്യമാണ്. ആർക്കാ അത് വെളിപ്പെട്ട് കിട്ടാൻ പോകുന്നത്? പെട്ടെന്നൊന്നും കിട്ടില്ല. പതുക്കെ 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 ശിഷ്യത്വത്തിൻ്റെ, ഈശോയെ അനുഗമിക്കുന്നതിൻ്റെ, ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം 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 ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച്, നിങ്ങൾക്കറിയുമോ, ആവിലാൽ അമ്മ ത്രേസ്യ ഭയങ്കര ലോകത്തിൻ്റെ കണക്കനുസരിച്ച് വലിയ സ്കോളറൊന്നുമല്ല. പക്ഷേ കത്തോലിക്ക തിരുസഭ വേദപാരംഗത എന്നാണ് വിളിക്കുന്നത്. വലിയ ഡോക്ടർ ഓഫ് ദ ചർച്ച്, വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലാണ് ഈ പാവപ്പെട്ട സിസ്റ്ററിനെ വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയാം?
മറ്റാർക്കും വെളിപ്പെട്ട് കിട്ടാത്ത നിഗൂഢ ദൈവിക രഹസ്യങ്ങൾ ഈ സിസ്റ്ററിന് വെളിപ്പെട്ട് കിട്ടി. എപ്പോഴാണ് വെളിപ്പെട്ട് കിട്ടിയത്? കുറച്ച് ആഴത്തിൽ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അത് ആ നിഗൂഢ രഹസ്യങ്ങളാണ്, ദൈവരാജ്യത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ. കർത്താവ് പറയാണ്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പ്രശ്നം അവിടെങ്ങല്ല, പുറത്തുള്ളവർക്ക് എല്ലാം കഥകളിലൂടെ ഉപമകളിലൂടെ മാത്രം. പുറത്തുള്ളവരെന്ന് പറഞ്ഞാൽ ആരാ? ഏറ്റവും ക്ലോസ് ആയിട്ട് കർത്താവിനെ അനുഗമിക്കാൻ ഇഷ്ടമില്ലാത്തവർ, അതാണ് പുറത്തുള്ളവർ. പള്ളിയിലൊക്കെ വരുന്നവരാണ്, കുർബാനയ്ക്കൊക്കെ വരുന്നവരാണ്, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പല ഇൻട്രസ്റ്റാണ് വരുന്നതിൽ. കർത്താവിനെ അങ്ങ് അന്ധമായി കണ്ണും പൂട്ടി സ്നേഹിക്കാൻ പറ്റുന്നൊരു സ്നേഹമൊന്നും ഇല്ലാത്ത ആളുകൾ, പുറത്തുള്ളവർ. അവർക്കെല്ലാം ഉപമകളിലൂടെ മാത്രം. കുഴപ്പിക്കുന്ന വചനം അടുത്താണ്. എന്തിനാണ് അങ്ങനെ ഉപമകൾ അവരോട് ഞാൻ പറയുന്നത്? അതിൻ്റെ കാരണം, അവർ കണ്ടിട്ടും കാണാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കാനും. കർത്താവേ, മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ കർത്താവ് എന്താ പറയണ്ടേ? എല്ലാം ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. കാരണം എന്താണ്? അവർ കണ്ടിട്ട് ശരിക്ക് കാണണം, കേട്ടിട്ട് ശരിക്ക് ഗ്രഹിക്കണം. എന്നിട്ട് അവർ മനസ്സ് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് പാപമോചനം പ്രാപിച്ച് രക്ഷ പ്രാപിക്കണം. അങ്ങനല്ലേ പറയണ്ടേ? അതിന് വരെ ഇങ്ങനെ എന്തിനാ പറഞ്ഞേ? ഇതതിനകത്തെ പ്രശ്നം. കണ്ടിട്ടും കാണാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കാനും. ഇതാണ് കർത്താവ് പറഞ്ഞത്, കേൾക്കുവിൻ. നിങ്ങൾ സാധാരണ മനസ്സിലാക്കുന്നത് ആവണമെന്നില്ല ദൈവവചനത്തിൻ്റെ അർത്ഥം. ശ്രദ്ധിച്ച് കേൾക്ക്. കണ്ടോ, നേരത്തെ പറഞ്ഞില്ലേ 2 തവണ, 3-ാമത്തെ വാക്യത്തിലും 9-ാമത്തെ വാക്യത്തിലും പറഞ്ഞില്ലേ, ശ്രദ്ധിച്ച് കേൾക്ക്. കേൾക്കുമ്പോൾ ഒരു കഥയാന്ന് തോന്നും, പക്ഷെ ശ്രദ്ധിച്ച് കേൾക്ക്. നിങ്ങൾ കേൾക്കുന്ന അല്ല ഇതിൻ്റെ അർത്ഥം, കേൾക്കുന്നതിനപ്പുറത്ത് അർത്ഥമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്ക്. ഇത് ഒന്നാമതായിട്ട് നമ്മളെ മനസ്സിലാക്കി തരേണ്ടതെന്നറിയാം. ഈ ബൈബിളിനെ നമ്മൾ സമീപിക്കുന്ന ഒരു മനോഭാവം മാറണം. കാഷ്വലായ ഒരു ബുക്കായിട്ട് ഇതിനെ എടുക്കരുത്. ലാഘവ ബുദ്ധിയോടെ ഇതിനെ എടുക്കരുത്. നമ്മൾ വായിച്ചിട്ടുള്ളതല്ലേ, നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, നമ്മൾ എത്ര വായിച്ചിട്ടുണ്ട്, അങ്ങനെ എടുക്കരുത്. ഇത് ഇങ്ങനെ ഓരോ വാക്യം വായിക്കുമ്പോഴും സൂക്ഷിച്ച്, ശ്രദ്ധിച്ച്, ചോദിച്ച്, ദാഹിച്ച് ചോദിക്കണം. അവിടെയാണ് ഈ നിധി പുറത്തു വരുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ യെശയ്യാ 6 പോകണം. നമുക്ക് യെശയ്യാ 6 പോകാം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലാണ് ഈ നിഗൂഢത അഴിക്കാനുള്ള താക്കോല് കിടക്കുന്നത്. യെശയ്യാ 6 നമുക്കറിയാവുന്ന സംഭവമാണെങ്കിലും ഈ സന്ദർഭത്തിൽ വിശദീകരിക്കേണ്ട ആവശ്യമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഉസിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ പൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ കണ്ണുകൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്തൊരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. അടുത്തൊരു എപ്പിസോഡുണ്ട്. ഇത് കഴിയുമ്പോൾ യെശയ്യായുടെ അധരങ്ങളെ ശുദ്ധീകരിച്ചു. യെശയ്യാ പറഞ്ഞു, ഞാൻ അശുദ്ധനാണ്. കർത്താവ് സെറാഫുകളിലൊന്നിനെ അഗ്നിക്കുടിൽ തിക്കനൽ കൊടുത്തുവിട്ട് യെശയ്യായുടെ അധരത്തെ തൊട്ട് ശുദ്ധീകരിച്ചു. ഇനി കേട്ടെ 8-ാമത്തെ വാക്യം. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ഉറക്കെ വായിച്ചു. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടുന്ന് അരുളി ചെയ്തു, പോവുക.
ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. കണ്ടോ, ഈശോ പറഞ്ഞത് ഇതിൻ്റെ ഒരു ചെറിയ രൂപമാണ്. യെശയ്യായെ അയക്കുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ആരാണ് എനിക്ക് വേണ്ടി പോവുക? ആരെയാണ് ഞാൻ അയക്കുക? യെശയ്യാ പറയുന്നത്, കർത്താവേ ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഉടനെ കർത്താവ് മറുപടി പറയുകയാണ്, പോവുക, നീ പോയിട്ട് ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും 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 കേൾക്കും, നിങ്ങൾ കാണും, കേൾക്കും, മനസ്സിലാക്കില്ല, കാണും, ഗ്രഹിക്കില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. അടുത്ത വാക്യം, യെശയ്യാ ചോദിച്ചു, കർത്താവേ ഇത് എത്ര നാളത്തേക്ക്? കേട്ടോണേ ഉത്തരം, മർക്കോസ് പറഞ്ഞതിൻ്റെ ഉത്തരം. മർക്കോസ് ഇത് പത്രോസിന് അപ്പസ്തോലന്മാർക്ക് ഈ ഭാഗം അറിയാമായിരുന്നെങ്കിൽ അവർ ചോദിച്ചതിനെ കർത്താവിനോട്. അത് പറഞ്ഞപ്പോൾ ഏതാ, പുറത്തുള്ളവർക്ക് ഉപമകളിലൂടെ മാത്രം, ഇതവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ്. യെശയ്യാ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പത്രോസ് ഉടനെ ചോദിച്ചേനെ, എന്ത് ചോദിച്ചേനെ? കർത്താവേ ഇത് എത്ര നാളത്തേക്ക്? കർത്താവേ ഇത് എത്ര നാളത്തേക്ക്? കണ്ടിട്ടും കാണാതിരിക്കുന്നത് എത്ര നാളത്തേക്ക്? കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നത് എത്ര നാളത്തേക്ക്? മനസ്സ് തിരുന്ന് മോചനം പ്രാപിക്കാതെ അവരുടെ ഹൃദയം കഠിനമായിരിക്കുന്നത് എത്ര നാളത്തേക്ക്? ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. കർത്താവേ ഇത് എത്ര നാളത്തേക്കെന്ന് ഞാൻ ചോദിച്ചു. അവിടെ നരടി ചെയ്തു. ശ്രദ്ധിച്ച് വായിക്കണം, എങ്കിലും മനസ്സിലാവും. നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നത് വരെ കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിൻ്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നത് വരെ അതിലൊരു ദശാംശമെങ്കിലും അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും. ടർപ്പൻ്റെയിൻ വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അതിൻ്റെ കുറ്റി നിൽക്കുന്നത് പോലെ അത് അവശേഷിക്കും. ഈ കുറ്റി ഒരു വിശുദ്ധ ബീജം എന്ന് പറഞ്ഞാൽ വിത്ത്, വിത്തെന്ന് പറഞ്ഞാൽ സീഡ്, വിത്ത്, വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, വിത്ത് വഴിയരികി വീണു. അത് പറഞ്ഞിട്ട് അതിൻ്റെ വ്യാഖ്യാനമാണ് പറഞ്ഞത്. അതിനിടയ്ക്ക് ഈ സാധനം പറയുന്നത് കേട്ടോ. അതൊരു വിശുദ്ധ വിത്തായിരിക്കും. കുറേ കാലം കഴിഞ്ഞ് ഒരു വിശുദ്ധ വിത്ത് വിതയ്ക്കും. ഞാൻ പ്രവചിക്കുകയാണ് ഈശോ വരുന്നതിനെക്കുറിച്ച്, ഈശോ വചനം പറയുന്നതിനെക്കുറിച്ച് യെശയ്യാ പ്രവചിക്കുകയാണ്. അപ്പം ആ പശ്ചാത്തലത്തിൽ സൂക്ഷിച്ച് കേട്ടെ, ആ പശ്ചാത്തലത്തിൽ പറയുകയാണ്, ഒരു കണ്ടിട്ടും കാണരുത്, കേട്ടിട്ടും കേൾക്കരുത്, മോചനം പ്രാപിക്കരുത്. യെശയ്യാ ചോദിച്ചു, എത്ര നാളത്തേക്ക്? അപ്പം കണ്ടിട്ടും അവർ കാണാതിരിക്കും, കേട്ടിട്ടും കേൾക്കാതിരിക്കും, അവരുടെ മനസ്സ് തിരിയാതിരിക്കും. എന്നേക്കുമല്ല, കുറച്ച് കാലത്തേക്ക്. അപ്പോൾ ഈശോ പറയുകയാണ്, ഉപമകളിലൂടെ ഞാനിപ്പോൾ സംസാരിക്കുകയാണ്. അങ്ങനെ എന്തിനാണ് അവരോട് ഇപ്പോൾ സംസാരിക്കുന്നത്? ഇപ്പോൾ അവർ കേട്ടിട്ട് കേൾക്കാതിരിക്കുന്നതിനും, ഇപ്പോൾ അവർ കണ്ടിട്ട് കാണാതിരിക്കുന്നതിനും, ഇപ്പോൾ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കാനും വേണ്ടിയാണ്. എന്നേക്കുമല്ല, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇപ്പം കണ്ടിട്ടും എന്താ കാണാത്ത? ഇപ്പം കേട്ടിട്ടും എന്താ കേൾക്കാത്ത? ഇപ്പോൾ മനസ്സ് തിരിയാത്തത് എന്താ? എന്താ? അവരുടെ ഉള്ളിൽ കണ്ടാലും കാണാൻ പറ്റാത്ത, കേട്ടാലും കേൾക്കാൻ അനുവദിക്കാത്ത, മനസ്സ് തിരിയാൻ അനുവദിക്കാത്ത ഒരഹങ്കാരം കിടപ്പുണ്ട്. തൊട്ടു മുമ്പത്തെ പാസേജെല്ലാം ഓർത്തണം. അവരവനെ എങ്ങനെ കൊല്ലാമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. കേട്ടൊന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു എളിമയൊന്നുമില്ല. അഹങ്കാരം കിടക്കുകയാണ്. ഈ അഹങ്കാരം അടങ്ങും എപ്പോഴാ? നഗരങ്ങൾ ജനവാസമില്ലാതെയാവും, വീടുകളിൽ ആളില്ലാതാവും, എല്ലാം തകർന്നടിയും. മനസ്സിലായോ? കർത്താവ് പ്രവചിക്കുകയാണ്, ജെറുസലേം അഗ്നിക്കിരയാവും. മലമുകളിലേക്ക് ഓടിപ്പോണമെന്നൊക്കെ പറയുന്ന ഓർക്കുന്നില്ലേ? ദേവാലയം കത്തിച്ച് ചാമ്പലാക്കും.
കർത്താവ് കുരിശിൽ മരിക്കും, കർത്താവിനെ കുരിശിൽ തറച്ച് കൊല്ലും, നഗരം വിജനമാവും, റോമാക്കാർ വന്ന് കത്തിച്ച് ചാമ്പലാക്കി എല്ലാം നാമാവശ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ചിതറിപ്പോവും. പൗലോസ്ലീഹ റോമാലേഖനം 9, 10, 11 പറയുന്ന പോലെ ഇസ്രായേലെല്ലാം തിരിച്ചറിയാൻ ഒരു കാലം എടുക്കും. പക്ഷെ അവർ തിരിച്ചറിയും. പൗലോസ് പറയുന്നുണ്ട്, അവർ തിരിച്ചറിയും, അവരിലൊരു അവശിഷ്ട ഭാഗം തിരിച്ചു വരും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് ഇപ്പം മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ ഒരഹന്ത കിടക്കുകയാണ്. ഇപ്പം ഈ നിൽക്കുന്നത് ദൈവമാണെന്ന് മനസ്സിലാവുന്നില്ല. എന്താ മനസ്സിലാവാത്തെ? പാവപ്പെട്ട മുക്കുവർക്ക് മനസ്സിലായി. എന്താ ഈ പ്രമാണികൾക്ക് മനസ്സിലാവാത്തെ? ഒരഹങ്കാരം കിടക്കുകയാണ് തലയിൽ. അധികാരത്തിൻ്റെ അഹങ്കാരം, പണത്തിൻ്റെ അഹങ്കാരം, സ്വാധീനത്തിൻ്റെ അഹങ്കാരം, അറിവുണ്ടെന്ന അഹങ്കാരം, എല്ലാം പഠിച്ചു എന്ന് പറയുന്ന അഹങ്കാരം, ഡിഗ്രി ഉണ്ടെന്ന് പറയുന്ന അഹങ്കാരം. അതുകൊണ്ട് ഈ നിൽക്കുന്ന തച്ചൻ്റെ മകൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർത്താവ് പറയാണ്, ഈ അഹങ്കാരം തകർക്കപ്പെട്ട് കഴിയുമ്പോൾ മനസ്സിലാവും കുരിശിൽ തറച്ച് കൊന്നത് കർത്താവിനെ ആയിരുന്നെന്ന് മനസ്സിലാവും. സക്കറിയായ പ്രവചനമില്ലേ, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി അവർ ഏകജാതനെ പ്രതി എന്ന പോലെ കരയും. ഇപ്പം മനസ്സിലാവില്ല. അപ്പം കണ്ടിട്ടും കാണാതിരിക്കുന്നു പറഞ്ഞാൽ ഇപ്പം കണ്ടാലും, ഇപ്പം ഞാൻ എത്ര വ്യക്തമായിട്ട് അവരോട് പറഞ്ഞാലും മക്കളെ അവർക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കോ, നിങ്ങൾ വീടും നാടും മക്കളെയും ഭാര്യയും വീട്ടുകാരെയും ബോട്ടും വലയും അപ്പനെയും എല്ലാം കളഞ്ഞിട്ടെൻ്റെ പുറകെ വന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾക്കേ മനസ്സിലാവൂ. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ശിഷ്യന്മാർക്കേ ഇത് മനസ്സിലാവും, വേറെ ആർക്കും മനസ്സിലാവില്ല. ഈ കർത്താവ് പറയുന്ന വചനം മനസ്സിലാവുന്നത് ആർക്കാ? ഇപ്പോൾ ഈ മർക്കോസ് പഠിപ്പിക്കുമ്പോൾ ഇത് ആർക്കാ മനസ്സിലാവാൻ പോണേ? യൂട്യൂബിൽ കാണുന്നവർക്കെല്ലാം മനസ്സിലാവുമോ? മനസ്സിലാവില്ല. ഇയാൾ എന്നാ ഈ പറയുന്നതെന്ന് ചോദിക്കാം. മനസ്സിലാവും. ആർക്കാന്നറിയാം? മനസ്സിലാവും. കർത്താവേന്ന് മനസ്സിൽ ഒരു നിലവിളിയുള്ള ഒരാൾക്ക് ഈ പറയുന്നതൊക്കെ മനസ്സിലാവും. ഇപ്പോൾ പിടികിട്ടിയ അർത്ഥം? പുറത്തുള്ളവരോട് ഈശോ പറയുകയാണ്, അവരോട് ഉപമകളിലൂടെ ഇപ്പോൾ പറയൂ. അല്ലാതെ എത്ര പ്ലെയിനായിട്ട് പറഞ്ഞാലും മനസ്സിലാവില്ല. വേറൊരർത്ഥം കൂടിയുണ്ട്. എന്തെന്നറിയാമോ? അതായത് കർത്താവ് ജനത്തെ വിദൂരത്ത്, 11-ാമത്തെ വാക്യം യെശയ്യാ 6:11, കർത്താവ് ഇത് എത്ര നാളത്തേക്ക് അവിടെ നരളി ചെയ്തു? നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നതുവരെ. കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിൻ്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നതുവരെ. സത്യം പറഞ്ഞാൽ നീ ആലോചിക്കേ, ഇപ്പം ഈ ധ്യാനകേന്ദ്രത്തിൽ വരുന്ന ആളുകളൊക്കെ, വചനം അറിയാനും പ്രാർത്ഥിക്കാനും ഒക്കെ വരുന്ന ആളുകളൊക്കെ ആരാ? പ്രയാസമുള്ളവരല്ലേ? എവിടെങ്കിലുമൊക്കെ ഒരു അടി കിട്ടിയ ആളുകളല്ലേ? ഏതെങ്കിലും രീതിയിലൊക്കെ തകർക്കപ്പെട്ട ആളുകളല്ലേ? അവർക്ക് ഏത് മനസ്സിലാവും? അല്ലാത്തവരാരെങ്കിലും വചനം പഠിക്കാൻ വരുമോ? വരില്ല. കർത്താവ് പറയാണ്, അല്ലാത്തവരോട് എത്ര വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാലും മക്കളെ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് യെശയ്യായോട് പറഞ്ഞത്, പൊക്കോ, നീ പോയി പറഞ്ഞോ. അവർക്ക് പക്ഷെ പിടിയിട്ടില്ല, അവർ മനസ്സിലാക്കില്ല. മനസ്സിലാക്കും. യെശയ്യായുടെ കോണ്ടെക്സ്റ്റിൽ എന്താണെന്നറിയാമോ? ബാബിലോൺ പ്രവാസത്തിലേക്ക് നാട് കടത്തപ്പെട്ട് കഴിയുമ്പോൾ യെശയ്യാ പറഞ്ഞതിൻ്റെ വില മനസ്സിലാവും. കർത്താവ് ഈശോ മിശിഹാ കുരിശിൽ മരിച്ചു കഴിയുമ്പോൾ, അത് കഴിഞ്ഞൊരു 30 കൊല്ലം കഴിഞ്ഞ് റോമൻ ജനറലിൻ്റെ നേതൃത്വത്തിൽ വന്ന് ജെറുസലേം ചുട്ടരിച്ച് കഴിയുമ്പോൾ കുറേ യഹൂദന്മാർക്ക് മനസ്സിലായി ഇത് ദൈവപുത്രനായിരുന്നു. സഭ പിന്നീട് ശക്തമാവും നമ്മൾ കാണുന്നുണ്ട്. സഭ വളരുന്നത് പിന്നീടാണ്, ജെറുസലേമിലെ പീഡനങ്ങൾക്ക് ശേഷമാണ്, ജെറുസലേം കത്തിച്ച് ചാമ്പലാക്കപ്പെട്ടതിന് ശേഷമാണ് ഒത്തിരി യഹൂദന്മാർക്ക് ഈശോ ആരാന്ന് മനസ്സിലായത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? അച്ഛൻ മനസ്സിലായോ? മനസ്സിലായോ? അതായത് എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് സംശയം തോന്നും. കർത്താവ് എന്തിനാ ഇത്, ഈ ആളുകൾ മാനസാന്തരപ്പെടല്ലെന്നാണോ കർത്താവിൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം. മർക്കോസ് 4-ാം അധ്യായം 10 മുതൽ. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ വളരെ സിൻസിയറായിട്ട് തന്നെ അന്വേഷിക്കുന്നവരാണ്, നിങ്ങളിൽ അഹങ്കാരമില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം വിട്ട് എൻ്റെ കൂടെ വരും. നിങ്ങൾക്കിത് മനസ്സിലാവും. എന്നാൽ മറ്റുള്ളവർക്കെല്ലാം ഉപമകളിലൂടെ മാത്രം, കാരണം അവർ മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവരാണ്.
അതുകൊണ്ട് അവരോട് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ഒരു മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ അവർ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ എന്ന് ചേർത്താൽ മതി, എല്ലാം മനസ്സിലാവും. അവർ ഇപ്പോൾ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും ഇപ്പോൾ കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ ഇപ്പോൾ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരും. പിന്നെ മനസ്സ് തിരിയും. ഹല്ലേലൂയ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ വചനം കൂടുതൽ ഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശയ്യായെ പോലെ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ അശുദ്ധരാണ് എന്ന ബോധ്യത്തോടെ, തിരിച്ചറിവോടെ നിൽക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അശുദ്ധമായ അധരങ്ങളുള്ളവരാണ്, പാപികളാണ്. അവിടുത്തെ വചനം വായിക്കാനോ പഠിക്കാനോ കേൾക്കാനോ ഒന്നും, അവിടുത്തെ നാമം ഉച്ചരിക്കാനോ ഒന്നും യോഗ്യതയില്ലാത്തവരാണ്. കർത്താവെങ്കിലും അവിടുന്ന് ഞങ്ങളെ ശിഷ്യന്മാരെ പോലെ എല്ലാം ഞങ്ങളുടെ കാതുകളെ ഉണർത്തി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് നന്ദി പറയുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.